RSS ആണ്. എന്നിട്ട് നിരീശ്വരവാദിയുടെ ലേബലൊക്കെ അടിഞ്ഞ് ഇങ്ങനെ എത്ര നാൾ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കും? ഈ RSS ആണ് RSS എന്ന് പറയുന്നതിനാണ് പ്രശ്നം. RSS ഭരിക്കുന്ന രാജ്യം, RSSന്റെ പ്രധാനമന്ത്രി, RSSന്റെ ആഭ്യന്തരമന്ത്രി, RSSകാരാണ് 18 മുകളിൽ സ്റ്റേറ്റുകൾ ഭരിക്കുന്നത്. 18 20 സ്റ്റേറ്റുകൾ ഭരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് RSS എന്ന് പറയുന്നതിനാണ് പ്രശ്നം. എന്നിട്ട് എന്താണ് ഈ വൈസ് ചാൻസലർമാരൊക്കെ ഒന്ന് RSSന്റെ പരിപാടിക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. ഇത്ര അത് വേറെ വിഷയം അല്ല. ഞാൻ ഈ RSS ആണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, RSS ആണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ RSS എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇല്ലേ? അങ്ങനെ ഇത്രയും ഇതായിട്ടുള്ള പ്രൊമനന്റ് ആണ്. നമ്മൾ RSS അല്ല എന്ന് പറയുന്നത് നമ്മളല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മളോട് ഇപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങളൊരു സ്വതന്ത്ര ചിന്തയാണ്. നമ്മൾ RSS എന്ന് പറയുന്നില്ല. നമ്മളൊരു വിഷയം എഴുതുകയാണെങ്കിൽ ഇപ്പം പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് പ്രവീൺ ഒരു സ്വതന്ത്ര ചിന്തനല്ലേ ഇങ്ങനെ എഴുതാവുന്നില്ല. ഞാനിപ്പോൾ അവരോട് പറയും ഞാൻ സംഖ്യ എന്ന് പറയും. അപ്പോൾ പ്രശ്നം തീർന്നു. അപ്പോൾ ഇത് ആൾക്കാരുടെ ഒരു എന്താന്ന് വെച്ചാൽ നമ്മളെ ഒരു കള്ളിയിൽ കൊണ്ടുവയ്ക്കും. നമുക്കാണ് അങ്ങനെ ഒരു കള്ളിയിൽ പോയി നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ RSS അല്ല അല്ലെങ്കിൽ സംഖ്യയില്ല എന്ന് പറയുന്നത്. അപ്പം നമുക്ക് RSSനെ എനിക്കൊന്ന് വിമർശിക്കണം, അല്ല BJP എനിക്ക് വിമർശിക്കണം. നമ്മൾ പല പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പോയി നമുക്ക് പറ്റില്ല. അതുപോലെ നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കണം, കോൺഗ്രസ്സുകാരനായ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കണം, കമ്മ്യൂണിസ്റ്റായ പറ്റില്ല. എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പരമാവധി എന്നാൽ നമുക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നമ്മൾ അംഗീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവർ ചെയ്താൽ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. അത് പാർട്ടി ഭേദമന്യേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യും. ഇപ്പം എന്നെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ വിമർശിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നായി പോകുന്നോ അല്ലെങ്കിൽ എൻ്റെ വിമർശനം കൊണ്ട് അവർ പൊറുതി മുട്ടിയിരിക്കുമെന്നൊന്നും ഞാൻ കരുതില്ല. പക്ഷേ എനിക്ക് അവരെ വിമർശിക്കണമെന്ന് തോന്നുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, അവരാണ് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിൻ്റെ പതാക വഹിച്ചുകൊണ്ട് മുന്നിൽ പോകുന്നവരെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ ഓഡിറ്റ് ചെയ്യും, അങ്ങനെ ക്ലെയിം ചെയ്യുന്നു. BJP എന്ന് പറയുന്ന പാർട്ടി നമ്മളെല്ലാവരും പറയുന്നത് റൈറ്റ് വിങ് ആണ്, അല്ലെങ്കിൽ വലതുപക്ഷമാണ്, കൺസർവേറ്റീവ്സ് ആണ്. അല്ല, ഇവിടെയാണ് എൻ്റെ ഒരു സംശയം. അതായത് ഞാനിപ്പോൾ പിണറായിനെ VD സതീശനെ ഞാൻ വിമർശിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ആൾക്കാർ എന്നെ വന്ന് വിളിക്കും, ഇവള് കമ്മിയാണ്, അന്തം കമ്മിയാന്ന് പറയും. അപ്പം ഞാൻ നേരെ പോയി പിണറായിനെ വിമർശിച്ചെന്ന് വിചാരിക്കാം. ഒരിക്കലും ഒരാൾ എന്നെ വന്നിട്ട് നീ കൊങ്ങിയാണെന്നോ കോൺഗ്രസ് എന്ന് പറയില്ല, നീ സംഖ്യയാണെന്നാണ് പറയുന്നത്. അതെന്താണ് ആ ഒരു ലോജിക്ക്? എന്നെ കൊങ്ങി എന്നൊക്കെ വിളിക്കാറുണ്ട്. അന്തം ഞാൻ VD സതീശനെ പുകഴ്ത്തി 2-3 പോസ്റ്റ് ഇട്ടു. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഭരണാധികാരിയിൽ ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റീസ് പുള്ളി എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളത് നല്ലതാണ്. അതിൻ്റെ അർത്ഥം VD സതീശൻ ആസിറ്റീസ് നല്ലതാണെന്നോ, VD സതീശൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നോ, VD സതീശൻ പറയുന്ന എല്ലാം ശരിയാണെന്നോ അല്ല. ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ചൂണ്ടിക്കണമെങ്കിൽ. ബിക്കോസ് നമ്മുടെ ഒരു നേതാവാകുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആ പാർട്ടിയിലെ നേതാക്കന്മാർ കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റീസാണ് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ എന്നെ വന്നിട്ട് നിങ്ങളൊരു കൊങ്ങി അടിമയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, കൊങ്ങിച്ചാപ്പ അങ്ങനെ അധികം കിട്ടാറില്ല. ഒന്നെങ്കിൽ സംഖ്യ അല്ലെങ്കിൽ കമ്മി, സുഡാപ്പി, ഈ 3 ചാപ്പകളാണ് കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന ചാപ്പകൾ. RSS ഇപ്പോൾ 100ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. RSS നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിലും പിന്നെ ആണെങ്കിലും അത് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആളുകളിലേക്ക് എത്തിക്കാത്ത വിധം ഒരു ഹിസ്റ്ററിയെ ട്വിസ്റ്റ് ചെയ്ത് എഴുതിയേക്കണ പല രീതികളും നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവീണിന്റെ അഭിപ്രായത്തിൽ RSS എന്നൊരു സംഘടന ഇപ്പോൾ ഇവർ കമ്പയർ ചെയ്യുമല്ലോ, RSS അങ്ങനെയാണ്, അതിൻ്റെ ഒപ്പം പോപ്പുലർ ഫ്രണ്ടിനെ കമ്പയർ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്ന് ഒരിടത്തും വിളിച്ചു പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ധൈര്യമായിട്ട് ഞാനൊരു RSSകാരനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ മിലിറ്ററിയിൽ വരെ അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്ത് തന്നെ 2-3 പ്രാവശ്യം നെഹ്റു ഇവരുടെ RSS കേന്ദ്രം സന്ദർശിച്ചിട്ടുണ്ട്, അവരുടെ ലീഡേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് വന്നപ്പോൾ ഗാന്ധിവധം വന്നപ്പോഴത്തേക്കും എല്ലാം കൂടി ഗോഡ്സെയുടെ തലയിൽ കൊണ്ടുവെക്കും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ തന്നെ അത് തെളിയിച്ച കാര്യമാണ് ഗാന്ധിവധത്തിന് RSSുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത്. എന്നിട്ട് പോലും ഈ ഒരു അവസ്ഥയിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗാന്ധിവധത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഗോഡ്സെയുടെ ആളല്ലേ ആ ഒരു രീതിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ ഒരു നറേറ്റീവ് എന്താണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്? ഇതെന്തായി മാറാത്തത്? ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെയാണ് വരാൻ പോണെന്ന് എനിക്കറിയാം. ആദ്യമേ 2-3 കറക്ഷൻസ് ഉണ്ട് എന്റെ ഭാഗത്തുനിന്ന്. RSS രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കത്ര ഒരു കൺവിൻസിങ് അല്ല. പക്ഷെ RSS ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്
എനിക്ക് RSSനോടുള്ള പ്രധാനപ്പെട്ട വിയോജിപ്പുകൾ, അതായത് അതിപ്പം നമ്മൾ RSSകാരുമായിട്ട് സംസാരിക്കുമ്പം അവർ പറയാറുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹിന്ദു എന്ന് പറയുന്നത് ആ ഹിന്ദു അല്ല, ഒരു വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരെയുമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളത് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ പോരെ. ഹിന്ദു എന്ന് പറയുമ്പോഴത്തേനും അതിനെ നിങ്ങളൊരു റിലീജിയനിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഈ പറഞ്ഞ RSSൻ്റെ പ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ കൂടുതൽ ഭക്തരാണ്, വിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട് എതിർപ്പുണ്ടായിട്ടല്ല, പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ അമ്പലം പൊളിറ്റിക്സ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ഉന്നമനം എന്നതിൽ കവിഞ്ഞ് ഇപ്പം നമ്മൾ ഒരു RSS മുന്നോട്ട് വയ്ക്കുന്ന ദേശീയബോധമാണ് എന്ന് പറഞ്ഞാലും RSSൻ്റെ അണികളിൽ കാണുന്നത് കൂടുതലായിട്ടും ദേശീയബോധത്തെക്കാൾ ഉപരിയായിട്ട് മതബോധമാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ദേശീയബോധമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ അവിടെ വരുന്നത് ഹിന്ദുക്കൾ തന്നെയാണല്ലോ. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ ഗവൺമെൻറ് തന്നെ, ഇപ്പോൾ BJP തന്നെ, പ്രധാനമന്ത്രി തന്നെ ശുചിത്വ ഭാരതം, സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അവിടെ വരുന്ന ഭക്തർ അവരെങ്ങനെയാണ് ഈ പറഞ്ഞ പരിപാവനമായ സ്ഥലത്തെ പാലിക്കുന്നത്? ഏറ്റവും വൃത്തിഹീനമായ സ്ഥലങ്ങൾ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ തന്നെയാണ്, അല്ലേ? പക്ഷെ ഇപ്പൊ കാശിയിലും ഗംഗയിലും ഒരുപാട് മാറിയിട്ടില്ലേ? ഒരുപാട് മാറിയെങ്കിലും ഇനിയും മാറാൻ ഇന്ത്യയിലെ കിടക്കുന്നല്ലേ. ഇപ്പോഴും വൃത്തിഹീനമായ തെരുവുകൾ. നമ്മുടെ ഒരു പൗരബോധം, അതായത് ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളും എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ വൃത്തിയും വെടിപ്പും പിന്നെ സേഫ്റ്റിയും ഒക്കെ ഉണ്ടാവണം. അപ്പം അതിനു വേണ്ടിയിട്ടാണോ ഇവർ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ കാഴ്ചകളൊന്നും തോന്നില്ല. ഇപ്പോൾ RSS ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ, RSSൻ്റെ ഇത്രയും വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10-60 വർഷമായിട്ടും ഇന്ത്യ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പം ദേ ആർ ഫോക്കസിങ് ഇൻ സംതിങ് എൽസ്. ഇപ്പം ബാബറി മസ്ജിദ് തകർക്കാനായിട്ട് അല്ലെങ്കിൽ അത് റീക്ലെയിം ചെയ്യാനായിട്ട്, RSSൻ്റെ തന്നെ വാക്ക് ചെയ്യാനായിട്ട്, റീക്ലെയിം ചെയ്യാനായിട്ട് പഴയ അമ്പലം പള്ളി അത് വീണ്ടും റീക്ലെയിം ചെയ്യാനായിട്ട് ഇവർ ആളുകളെ മൊബിലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആവേശവും സ്പിരിറ്റും ഈ പറഞ്ഞ ഇന്ത്യയിലെ മറ്റു കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യണ മറ്റു കാര്യങ്ങൾ ഞാൻ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് RSSനോട് അങ്ങനെ കുറേയേറെ മേഖലകളിൽ വിയോജിപ്പുണ്ട്. പിന്നെ RSS ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഹിന്ദു. ഇപ്പം നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ മലബാർ ലഹള, മാപ്പിള ലഹളയിൽ നിന്നാണ്, അതിനുശേഷമാണ് RSS തന്നെ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ RSSൻ്റെ ഒരു സൃഷ്ടാവ് എന്ന് പറയാൻ അല്ലെങ്കിൽ പിതാവ് എന്ന് വേണമെങ്കിൽ വാര്യംകുന്നനെ വിളിക്കാം. ഒരു വൺ ഓഫ് ദ റീസൺ, പല റീസൺസ് ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്കിതിനകത്ത് വിയോജിപ്പുള്ളത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയ സംഘർഷങ്ങൾക്ക് പിന്നിൽ RSS മാത്രമാണ്. RSS ഇല്ലെങ്കിൽ ഇവരെല്ലാവരും അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കഴിയും, അത് നുണയാണ്. ഇതാണ് നമ്മളിതിനകത്ത് പറയുന്നത്. RSSന് വരുന്നതിന് മുമ്പേ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭയങ്കരമായ സംഘർഷങ്ങൾ, അതായത് മുഗൾസ് ഇവിടെ വരുമ്പോൾ തന്നെ മുസ്ലിങ്ങളുമായിട്ട് സംഘർഷം. അതിനുമുമ്പ് ഹിന്ദുക്കളിൽ തന്നെ പല വിഭാഗങ്ങൾ, ശൈവര്, വൈഷ്ണവർ, ഇവരെല്ലാം തമ്മിൽ സംഘർഷമുണ്ട്. പിന്നെ ബുദ്ധരും ജൈനരും ഹിന്ദുക്കളും തമ്മിൽ സംഘർഷമുണ്ട്. സംഘർഷങ്ങളില്ലാത്ത ഒരു കാലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ RSS വരുന്നതിന് മുമ്പേ ഹിന്ദു മുസ്ലിം തർക്കവും ലഹളകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലും എല്ലാം ഉണ്ട്. ഇപ്പൊ അംബേദ്കറിന്റെ പാർട്ടീഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞ സമയത്ത് രണ്ട് അഭിപ്രായങ്ങളാണ് വന്നത്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വഴിക്ക് പോകുമ്പോഴും അംബേദ്കർ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ തന്നെ പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്യാതെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഇമ്പീരിയലിസം ഉണ്ടാവുമെന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും പോയത് എത്രയോ നന്നായി. അതാണ് നന്നായില്ലേ. മനുഷ്യന് തലയ്ക്ക് വിവരമുള്ള ആരും ആ പാർട്ടീഷനെ അംഗീകരിക്കുകയുള്ളൂ. കാരണം ഇപ്പൊ പാകിസ്ഥാനികളും കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ബംഗ്ലാദേശികളെ ഓടിക്കുന്ന പോലെ ഇവിടെ വന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കാരണം ഇന്ന് കാണുന്ന ഇപ്പോൾ BJPക്ക് ഭരണം പോലും കിട്ടുമെന്ന് സംശയമാണ് BJPക്കാരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ ബംഗ്ലാദേശികൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഇത്രയും ജനസംഖ്യ, നമ്മൾ ഇതിലും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോയേനെ. ഒരു കണക്കിന് ഇത് വിഭജിച്ചു പോയത് നന്നായെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിലീജിയസ്. ഇപ്പം ജിന്ന പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഒരു മുസ്ലിമിന് അവൻ്റെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു ഹിന്ദു രാജ്യത്ത്, ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യത്ത് മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ അവർ കീഴ്പ്പെട്ടി ജീവിക്കേണ്ടി വരും, ആ മെജോറിറ്റി ഓഫ് റിലീജിയൻ. നെഹ്റു പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല എന്നാണ് നെഹ്റു വിശ്വസിച്ചത്. അപ്പോൾ ജിന്നയുടെ ജിന്നയുടെ പോയിന്റ് ഓഫ് വ്യൂ, മുസ്ലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു വാലിഡിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നിരന്തരം സംഘർഷത്തിൽ പോകുന്നതിലും നല്ലത് ഞങ്ങൾക്ക് വേറെ രാജ്യം എടുത്തു പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നത്, വിഭജനത്തിന് കൂട്ടുനിന്നെന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പോൾ ഗോഡ്സെ ശരിക്കും ഒരു മണ്ടനായിരുന്നു. ഗോഡ്സെ കുറച്ച് വർഷങ്ങളും കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഗോഡ്സെക്ക് മനസ്സിലായി ചെയ്തൊരു നല്ല കാര്യം. അപ്പോൾ പക്ഷെ പാർട്ടീഷനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുന്ന വെച്ചാൽ വിഭജനം
ഒരു ഈസി അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ആയിരുന്നില്ല. ഒരുപാട് ലഹളകൾ ഉണ്ടാവുകയും അവിടെ രണ്ട് സൈഡിലും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആളുകൾക്ക് ബന്ധുക്കളെ നഷ്ടപ്പെടുകയും അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുകയും സഹോദരനെയും പിതാവിനെയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു തീരാത്ത മുറിവ് ഇന്ത്യൻ ജനതയുടെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ജനതയുടെ മനസ്സിലുണ്ട്. നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റെല്ലാം മനസ്സിലാക്കണം. നമ്മൾ മലയാളികൾ അത് അനുഭവിച്ചിട്ടില്ല. മലയാളികൾ ഇപ്പോൾ ഈ മാപ്പിള ലഹള ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം അതിനെ എന്താ പറഞ്ഞാൽ ഒതുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് അത് പറഞ്ഞ് പക പടർത്തി ഇവിടുത്തെ ഒരു സംഘടനകളും അത് എടുത്തു വെച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ മൂപ്പിക്കാനോ നമ്മളിങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പകരം വീട്ടണമെന്ന് പറയാൻ അങ്ങനെ ചെയ്തില്ല. നമ്മളെല്ലാവരും അതിനൊരു ഫ്രീഡം ഫൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബേസിക്കലി ആ ഒരു ഹിസ്റ്റോറിക്കൽ ആ ഒരു വൈരാഗ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ അത് പിന്നീട് എടുത്തുകൊണ്ട് വന്ന് വെച്ചാൽ സിനിമയാക്കുകയും അയാളെ ഹീറോ ആക്കുകയൊക്കെ ചെയ്യുമ്പം ഈ ചരിത്രമൊക്കെ ആൾക്കാർ കുഴിച്ചു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഒരു മൗദൂദി ടീമുകളുമാണ് ഇത് ഇത്ര വഷളാക്കിയത്. അതായത് ആൾക്കാർ മറന്നു കളഞ്ഞൊരു കാര്യത്തെ, സത്യം പറയല്ലോ വാര്യംകുന്നൻ എന്നുള്ള പേരൊക്കെ എല്ലാവരും മറന്നിരിക്കും. അപ്പോഴാണ് ഇത് ചരിത്രം പഠിക്കാൻ ശ്രമിക്കുകയും ആൾക്കാർക്കത് വീണ്ടും ചർച്ച ചെയ്യാനുണ്ടാവുകയും ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തോട് നമ്മുടെ പൂർവികരോട് ഇവർ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രക്തം തിളയ്ക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക ഒക്കെ ചെയ്തത് ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ടീംസാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനിപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു, നമ്മൾ എവിടെയോ സംസാരിച്ച് എവിടെയോ പോയി. RSS 100ാം വർഷം ആഘോഷിച്ചു. അപ്പം RSS ഒരുപാട് കാര്യങ്ങൾ ഇത് ഞാൻ പ്രവീണിനോട് ചെയ്യുന്ന ഒരു ഉപകാരമാണ്. RSSനെ പറ്റി പറഞ്ഞ പ്രവീണിന്റെ അടുത്തുനിന്ന് RSSന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ മേടിച്ച് പ്രവീണിനെ ഞാൻ സംഘിച്ചാപ്പിൽ നിന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ സംഘിച്ചാപ്പൊന്നും പോവുകയില്ല. എനിക്കത് പോകണമെന്നും ആഗ്രഹമില്ല. കാരണം ആസ് ലോങ് ആസ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ ഈ രാജ്യത്തോട് വളരെ സ്നേഹമുള്ള ആളാണ്. ഞാൻ നാഷണലിസ്റ്റ് ഒന്നും പറയുന്നില്ല, രാജ്യസ്നേഹിയാണ്. ഈ രാജ്യം നന്നായിട്ട് പോകണം, ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും നന്നായിട്ട് ജീവിക്കണം, എല്ലാവരുടെയും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാവരും മുന്നോട്ട് വരണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുമ്പം അത് കുറേ തൽപര കക്ഷികളുടെ ഇൻട്രസ്റ്റിനെതിരാവും. അപ്പോൾ അവർക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചാപ്പ് തന്നോണ്ടിരിക്കും. സോ ആസ് ലോങ് ആസ് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പം സംഖ്യയല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 1 മണിക്കൂർ ലെക്ചർ നടത്തിയാലും നാളെ നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞാൽ തീർന്നു അല്ലേ? അപ്പൊ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ചാപ്പകളെ നമ്മളിപ്പം അത് നമ്മൾ അതൊക്കെ ആദ്യമൊക്കെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കതൊക്കെ യൂസ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോ ഇപ്പൊ 1.5 മാസം കഴിഞ്ഞു, ഇലക്ഷനൊക്കെ കഴിഞ്ഞു, പുതിയ സർക്കാർ വന്നു. എന്തൊക്കെയാണ് വിഷൻ, അവരുടെ ഒരു വിഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ? അത് നമുക്കിപ്പോ പറയാറായിട്ടില്ല. 1.5 മാസവും വളരെ 3-4 കാര്യങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ്സൊക്കെ, ഞങ്ങൾക്ക് ഓർഡിനറി ബസ്സൊക്കെ കേൾക്കട്ടെ. പിന്നെ എവിടെ പോയിട്ട് ബസ്സിൽ കയറാനാണ്, ബസ്സിൽ കയറില്ല. പക്ഷെ കുറെ പേർക്കൊക്കെ അത് ഉപകാരമായെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് തന്നെ ഞാൻ കണ്ടു, ഒരു സ്ത്രീ പറയാണ് ഭർത്താവിന് ജോലിയില്ല, മക്കളാരും ഇല്ല, അപ്പൊ ഈ വീട്ടുവേല ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ ഏതോ ഒരു റിമോട്ട് ഏരിയ എന്നാണ് ഡെയിലി എറണാകുളത്ത് വന്ന് പോണം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്, ഫ്ലാറ്റിലൊക്കെ വന്ന് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക്. അതായത് ഒരു നമ്മൾ തുണിക്കടയിൽ നിൽക്കുന്നവര്, സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്ന അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉപകാരമാണ്. പക്ഷെ എൻ്റെ ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന സ്ത്രീകളുണ്ട്, അല്ല 2 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 50,000 മേടിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഫ്രീ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ബേസിക്കലി. കാരണം ഈ തുക, നഷ്ടം വരുന്ന തുക വേറെ എവിടെയെന്നെങ്കിലും സർക്കാർ ഈടാക്കും. ഉറപ്പം ഒന്നെങ്കിൽ ഫാസ്റ്റ് പൈസ കൂട്ടും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ടാക്സ് ആയിട്ട് നമ്മുടെ ഇത് മേടിക്കുന്നുണ്ട്. സോ ഇൻ എഫക്റ്റ് ഇപ്പം 600 കോടിയും കൂടെ എക്സ്ട്രാ കൊടുക്കണമെന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 600 കോടി രൂപ നമ്മുടെ നമ്മൾ പോലും അറിയാതെ ഈസി ആയിട്ട് എടുക്കും സർക്കാർ. അല്ലാതെ ഇത് ഫ്രീ എന്ന് പറയുന്ന ഒരു സംഭവം, ആ വാക്ക് തെറ്റാണ്. ഫ്രീ അല്ല, നമ്മൾ ബാക്കി ടാക്സ് പേയേഴ്സ് എല്ലാം കൂടെ ഈ സ്ത്രീകളെ പൈസ മേടിക്കാതെ കൊണ്ടുപോകും. പക്ഷേ ഈ ഫ്രീ ബീസ് കൊടുത്ത സംസ്ഥാനങ്ങളൊന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചരിത്രം ഉറപ്പല്ലേ? ഫ്രീ ബീസ് കൊടുത്ത ഒരു സംസ്ഥാനങ്ങളും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവര് അതിനെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് ഒരുപാട് അടരുകളുണ്ട് ഫ്രീ ബീസിൽ തന്നെ. ഇപ്പോൾ തമിഴ്നാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഫ്രീ ബീസ് കൊടുത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ എന്തെങ്കിലും മോശം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെ കൗണ്ടർ ചെയ്യാനും കുറേ ഡേറ്റ കാണിക്കും. കാരണം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അവിടെയുണ്ട്. കേരളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളം ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അല്ല, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമുക്കിവിടെ ഇൻഡസ്ട്രീസ് ഇല്ല, നമുക്കിവിടെ പ്രൊഡക്ഷൻ ഇല്ല, മാനുഫാക്ചറിങ് ഇല്ല, നമ്മുടെ സർവീസസ് പോലും, സർവീസ് ഇൻഡസ്ട്രി പോലും മോശമാണ്. നമ്മൾ ശരിക്കും റെമിറ്റൻസ് മണിയുടെ ഒരു എന്നാ പറഞ്ഞ പകിട്ടിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഈ റെമിറ്റൻസ് മണി കുറയുന്ന ഒരു സാഹചര്യവും കൂടിയാണ് ഇപ്പം. ഗൾഫിൽ നിന്നൊക്കെയുള്ള പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരുമാനം, ഈ സംസ്ഥാനത്തെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള, സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ
വെൽഫെയറുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയാൽ, ഓക്കെ, ഞാൻ ഫ്രീ ബി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, വെൽഫെയറുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരിതാപകരമാകും. കാരണം പിന്നെ സർക്കാർ ചെയ്യുന്നത് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ എല്ലാ നികുതികളും കൂടും. ഇപ്പം പെട്രോളിൻ്റെ പിന്നെ ടാക്സ് തന്നെ കേന്ദ്ര സർക്കാർ കുറച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ വൺ ഓഫ് ദി ഇൻകം മേജർ ഇൻകമാണ്, വേറെ ഇൻകം ഒന്നുമില്ല. പിന്നെ മദ്യം, പറഞ്ഞ പെട്രോള്, ഭൂനികുതി, വാഹനത്തിൻ്റെ ടാക്സ്, ഇങ്ങനെ കുറച്ച് നികുതികളെ സംസ്ഥാനത്തിന് പൂർണ്ണമായിട്ട് കിട്ടുന്നു. ബാക്കിയെല്ലാം കേന്ദ്രമായിട്ട് ഷെയർ ചെയ്യുന്ന നികുതികളാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പോളിസികളിലാണെങ്കിലും ഈ ഡെവല്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രം പിടിക്കുന്ന നികുതിയുടെ ഒരു വിഹിതം സംസ്ഥാനത്തിന് കൊടുക്കണം. അതും ഈ പുതിയ ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് അതിനകത്ത് കേരളത്തിന് കുറവുകൾ സംഭവിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ നമ്മുടെ സ്വന്തം തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ പോയില്ല എങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്.